സെർച്ച് ഹിസ്റ്ററി, അതുപോലെ ചാറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആരെങ്കിലും കാണണമെന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് അത് കാണിക്കാൻ പറ്റുമോ? എനിക്ക് ധൈര്യമില്ല. എനിക്കുണ്ട്. എനിക്ക് ഫോണിനെ കുറിച്ച് ഒന്നും അറിയാൻ എനിക്ക് പറ്റില്ല. ധൈര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എടുത്ത് നോക്കാം. അത്രയ്ക്ക് മോശം മോശമൊന്നല്ല, പേഴ്സണലി ഒരുപാട് പ്രൈവസി എല്ലാം ഉണ്ട്. ഞാനിത് എനിക്ക് ആകെ അറിയാവുന്ന കൊളാബ് ചെയ്യാനായിട്ട്, അത് അണ്ണൻ പഠിപ്പിച്ചതാണ്. കൊളാബ് ചെയ്യാനായിട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ കൊളാബ് ചെയ്യണം, വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം, അതൊക്കെയാണ് അണ്ണൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എന്റെ ഫോൺ ആർക്കും എടുത്ത് നോക്കാം. നിങ്ങൾക്ക് പെണ്ണ് കിട്ടില്ലടാന്ന് പറയുന്നവർ കൊല്ലാനുള്ള ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ചോദിക്കുന്നവരോട് അങ്ങനെ ചോദിക്കുന്നവരോട് കൊല്ലാനുള്ള ദേഷ്യം തോന്നിയിട്ടുണ്ടോ? അവർ പറയുന്നത് സത്യമാണ്. അതുപോലെ തന്നെ ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞില്ലേ, പബ്ലിക് ആയിട്ടുള്ള പ്ലേസിൽ വെച്ചിട്ട് ആരെങ്കിലും പറഞ്ഞത് ഹേർട്ട് ചെയ്തിട്ട് ആരും കാണാതെ എവിടെയെങ്കിലും പോയി മാറിയിരുന്ന് കരഞ്ഞിട്ടുണ്ടോ? കരയാറുണ്ടോ? അങ്ങനെ കരയാറുണ്ട്, ഓപ്പൺ ആയിട്ട് കരയാറുണ്ട്. ചില സമയത്ത് കരയാറുണ്ട്. അതായത് ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായി, പബ്ലിക് പ്ലേസിലും കരഞ്ഞിട്ടുണ്ട്, അല്ലാതെയും കരഞ്ഞിട്ടുണ്ട്. പുള്ളി കരണേ കണ്ടേക്കണേ ഞാൻ. മൂവിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്തും ചെയ്യോ? ഇപ്പൊ സെക്സി ആയിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ചെയ്യോ? ഞാൻ ചെയ്യും. ഞാൻ ന്യൂഡായിട്ട് കൂടെ അഭിനയിക്കാൻ തയ്യാറാണ്. ഇനി ഇതിൽ കൂടുതൽ വേറൊന്നും വേണ്ട. അതുപോലെ രേണുസുതിയുടെ കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. അഭിനയിക്കില്ലേ? കാരണം പറയാനില്ല. അഭിനയിക്കൂല്ലേ? താല്പര്യമില്ല. അഭിനയിക്കില്ല. പെരേര അഭിനയിക്കുന്നതിനോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ അടുത്തൊരു ലാസ്റ്റ് രണ്ടുപേരോടും ചോദിക്കാനുള്ള, ഇപ്പോൾ നിങ്ങളുടെ വീഡിയോസ് ഈ കാണുന്ന ഒരു പ്രേക്ഷകരില്ലേ, ഈ പ്രേക്ഷകരോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? നിങ്ങൾ ശരിക്കുള്ള ഞങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതെ, ഞാൻ എല്ലാവരും ഇപ്പൊ എനിക്കായാലും ഒരു എന്താ പറയുക, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ഓരോ വീഡിയോയിലേക്ക് കാണിക്കുന്നത്, ഓരോ സംഭവമൊക്കെ ചെയ്യുന്നത്. അതേപോലെ ആറാട്ടണ്ണനും ലക്ഷ്യം ഉണ്ടാകുന്ന ആറാട്ടെണ്ണം പറ. എൻ്റെ ലക്ഷ്യങ്ങൾ വേറെ ഉള്ളതാണ്. എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ മാറി ശരിക്കും ഞാൻ എന്താണ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇത്ര സൊസൈറ്റിനോട് പറയാനുള്ളൂ. എന്നെ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയും നേരം നമ്മളുടെ കൂടെ ഇവരുടെ ഒരുപാട് വിലപ്പെട്ട സമയമാണ് ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ മൈൻഡ്സ്കേപ്പിന്റെ എപ്പിസോഡിൽ അവസാനം ഒരു ചോദ്യം അങ്ങോട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരുള്ള ആരോടാണ് ക്രഷ് തോന്നിയത്? വേറൊരു കാര്യം ഞാൻ പറയാം. ആറാട്ടെണ്ണനോട് തനിക്ക് ക്രഷ് തോന്നിയാൽ തന്റെ ലൈഫ് സെറ്റിൽഡ് ആണ്. ക്യാഷിന് ക്യാഷ്, സ്വന്തമായിട്ട് 30 സെന്റ് സ്ഥലം എല്ലാം ഉണ്ട്. എന്നോട് ക്രഷ് തോന്നിക്കഴിഞ്ഞാൽ പട്ടിണി ദാരിദ്ര്യമായിരിക്കും. സിനിമ എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്ന ഒരാളാണ്. ഓട്ടോ ഡ്രൈവറാണ്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. അവിടെ എന്നോട് ക്രഷ് തോന്നിക്കഴിഞ്ഞാൽ പട്ടിണിയായിരിക്കും. കാര്യം ഞാൻ സിനിമയുടെ പുറകെ നടക്കുന്ന ഒരാളാണ്. ഏത് വേണമെന്ന് ആദ്യം അതല്ല, അങ്ങനെയല്ല, അതൊന്നും നോക്കണ്ട. ഞങ്ങൾ രണ്ടുപേരെ കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ആരോടാണ് ക്രഷ് തോന്നിയത്? ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണെന്ന് കമ്മിറ്റഡാണോ? അണ്ണനോട് തോന്നിയത് ഒരുപാട് പെൺപിള്ളേര് എനിക്ക് എന്നോട് തോന്നിയിട്ടില്ല. ഒരുപാട് പെൺപിള്ളേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അണ്ണൻ കമ്മിറ്റഡ് ആണെന്ന് ചോദിച്ചു. ഞാൻ പറയാം, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ പെൺപിള്ളേരോട് ഓൾറെഡി കമ്മിറ്റഡ് ആണ്. അത് കള്ളം പറഞ്ഞല്ലേ? എന്നെ ശരിക്കും ആലോചിച്ചിട്ടോടെ പറയാം, അല്ല ഇന്ന് രാത്രി വീഡിയോ ഇല്ല. ഞങ്ങൾ രണ്ടുപേരും കമ്മിറ്റഡ് അല്ലായെങ്കിൽ ഞങ്ങളോട് ആരോട് തോന്നും? എന്നോട് കമ്മിറ്റഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്കൊന്നുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേരും ആരോട് ഒരു അട്രാക്ഷൻ തോന്നി? എനിക്ക് ആറാട്ടനോട് ഭയങ്കര ക്രഷ് തോന്നി. ആറാട്ടനോട് ക്രഷ് തോന്നിയാ? ഓക്കെ, ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഓക്കെ, ആദ്യമായിട്ടായിരിക്കും ഒരു ആങ്കർ. ഞാൻ അങ്ങോട്ട് വേറെ ആങ്കർ നിങ്ങൾ രണ്ടുപേരും ആറാടട്ടെ. സിനിമയിൽ കയറി അഭിനയിച്ച് ആറാട്ടെ. നിങ്ങളുടെ ഫേമസ് ഡയലോഗ് ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. ലാലേട്ടൻ അറടിക്കുകയാണ്.